സിനിമ രസകരമാണ്. ഇത്തരം സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഇനിയും ചെറിയ ചെറിയ സിനിമകൾ വിജയിക്കാനുള്ള കാര്യം. നല്ല രസമായിട്ടുള്ള സിനിമയാണ്. പിന്നെ കോമഡി എല്ലാം ചെറിയ നാച്ചുറൽ ആയിട്ടുള്ള കോമഡികളാണ്. ഇപ്പൊ അവിഹിതം എന്ന് പറയാ അവിഹിതത്തിൽ നമ്മൾ സംശയാസ്പദമായിട്ട് ഒരാളെ മാറി വേറെ ടൈപ്പിലായിട്ട് മാറി. അവിഹിതം എന്ന് പറയുന്നത് ഒരു അവിഹിതം കാണാനായിട്ടുള്ള സിനിമയല്ല, ഇതൊരു നർമ്മത്തിൽ കൂടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സോഷ്യൽ മെസ്സേജ് ഉണ്ട്, ചെറിയൊരു മെസ്സേജ് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന സ്ത്രീകളുടെ പക്ഷമായിട്ട് സിനിമയായിട്ട് തോന്നി എനിക്ക്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മൾ കണ്ടുകൊടുക്കുന്ന ആളുകളിൽ യഥാർത്ഥമില്ല സംഭവമായിട്ട്. ഈ ടൈറ്റിൽ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സിനിമയല്ല. അമ്മ രസിക്കാൻ ഓരോ വാക്കുകളും ഓരോ സ്ഥലങ്ങളും നായകളുടെ അടുത്ത് വരെ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ആൾക്കാർക്ക് വരെ രസിക്കും. എന്തായാലും ഒരു പരീക്ഷണം എന്നും എടുക്കാൻ മലയാളികളാണ് ധൈര്യപ്പെടുന്നത്. എന്തായാലും നിർമ്മാതാക്കളും അല്ലെങ്കിൽ E4 ഗ്രൂപ്പും ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണ്. എന്തായാലും രസിക്കുക, എല്ലാവരും സിനിമകൾ കാണണം എന്നാണ് ഈ സിനിമയുടെ അഭിപ്രായം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നി. എല്ലാവർക്കും ഒരു ഹ്യൂമർ വർക്കാവുന്നുണ്ടെന്ന് തോന്നി. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. സന്നു സാറിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ പടത്തിൽ കൂടെ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കണ്ടിട്ടുള്ളതാണ്. ഞാൻ നാട്ടുകാരി തന്നെയാണ്. ഞാൻ നീലേശ്വരത്താണ്. അപ്പോൾ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പിയാണ്. എല്ലാവരും കാണൂ, കണ്ടിട്ട് അഭിപ്രായം പറയുക.